അപ്പോൾ ഇന്ന് തനുവിൻ്റെ വകയാണ് ഇൻട്രോ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തനുവിൻ്റെ ദിവസമാണ്. തനുവിന് ആദ്യ അക്ഷരം കുറിക്കാനായിട്ട് നമ്മൾ ചേർപ്പ് തിരുളക്ക അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് അച്ഛനുണ്ട് കേട്ടോ. അച്ഛൻ ഉണ്ടാവാറില്ല, എപ്പോഴും ലീവ് കിട്ടാണ്ട് അച്ഛൻ വരാറില്ല. നമ്മളവിടെ പള്ളിപ്പുറം വഴിയാണ് എന്നും പതിപോലെ പാടം വഴി പിടിച്ചാണ് നമ്മൾ പോകുന്നത്. നല്ല മഴക്കാരായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. നല്ല രസമായിരുന്നു പാടത്തു കൂടെ പോകാനായിട്ട്. ഞങ്ങളിവിടെ പോകുമ്പോഴൊന്നും മഴയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയില്ല. അമ്പലത്തിലേക്കുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങളെന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് വേഗം കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കയറാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നടന്നില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കണം അധികം വിചാരിച്ച അത്ര തിരക്കില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറി. അവിടെ വീഡിയോ എടുക്കാൻ പാടണമെന്ന് അറിയണമെന്നില്ല. പക്ഷേ അവിടെ എഴുതിച്ചിട്ട് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പൈസ കൊടുത്തിട്ട് 25 രൂപ വരെ ഒരു കാർഡ് എടുക്കണം കേട്ടോ. അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. നേരെ അമ്പലത്തിലെ വഴിപാട് ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഉണ്ണീനെ എഴുത്തിനെടുത്തുള്ള രസീതും പിന്നെ പുഷ്പാഞ്ജലി പിന്നെ നാവുനാരായ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിനൊക്കെയുള്ള രസീത് എടുത്തിട്ട് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉണ്ണിനെ തൊഴിച്ചിട്ട് കൊണ്ടുവരാനാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. തനു 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 അമ്പലത്തിൽ കയറിയപ്പോൾ തുടങ്ങിയത് തനുവിന് അമ്പലത്തിലെ പ്രസാദം വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് കിട്ടണ വേറെ ഒരു നിറയെ മുഷ്ടിലായിരുന്നു. പിന്നെ പ്രസാദം കിട്ടി, പ്രസാദം കഴിച്ച് കുറിയൊക്കെ തൊട്ട് പിന്നെ അമ്പലം ഞങ്ങൾ ചുറ്റും നടന്ന് തൊഴാൻ പോയിട്ടാണ്. ശ്രീ ഗ ന പ ത യേ ന മ ആ ആ ഇ ഈ ഉ ഊ ഋ ഇലു എ. അങ്ങനെ എഴുത്തുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് താനൊന്നും മിണ്ടില്ല എന്നാ. മറ്റുള്ള കുട്ടികളൊക്കെ മിണ്ടാണ്ടിരിക്കുന്നു പേടിച്ച്. നമ്മുടെ മോള് ഉഷാറായിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊരു സന്തോഷമായി. അവിടെ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ താനും അങ്ങനെ പറയുന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തുള്ള സരസ്വതിയുടെ ക്ഷേത്രം പോലെ ഒരു ഇതുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ തൊഴുത് നടന്നു. അങ്ങനെ അമ്പലം ഫുള്ള് ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ വെച്ച് വഴിപാടൊക്കെ ഇട്ടിട്ട് നേരെ ഇനി പോകാൻ വേണ്ടി വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ 3-5 ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ മഴ ഒന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ കാറിൽ കയറിയിട്ട് പറയുന്നത് ബാഗ് വേണമെന്ന്. അപ്പോൾ നേരെ ബാഗ് പിടിക്കാനായിട്ട് കടയ്ക്ക് പോയിട്ടാണ്. അത് വിദ്യാരംഭത്തിന് പോകാമെന്നുള്ള പറച്ചിൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നത് ബാഗ് വേണം, വാട്ടർ ബോട്ടിൽ വേണം, കോട്ട വേണം. അപ്പോൾ എന്തായാലും അത് മേടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ബാഗ് കടയിൽ പോയി അവിടെ നിന്ന് ബാഗ് സെലക്ട് ചെയ്യണമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബാഗൊക്കെ മേടിച്ച് ഇപ്പോൾ എന്തായാലും കാഞ്ഞാടി വരെ വന്നല്ലോ. അപ്പോൾ എന്തായാലും മാമൻ്റെ വീട്ടിലേക്ക് പോകാം, അവണേങ്ങാട്ടിലൊന്ന് തൊഴാലാന്ന് വെച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് മാമൻ്റെ വീട്ടിലേക്കാണ്. മാമന് വീടിൻ്റെ മുകളിൽ ഹോട്ടലാണുള്ളത് കേട്ടോ. ഹോട്ടലിൻ്റെ പേര് കൃഷ്ണദേവ് എന്നാണ്. നമ്മുടെ അവണേങ്ങാട് പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കിണറൊക്കെ ഇരിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് വരും. വീടിൻ്റെ മുകളിലാണ് ഹോട്ടൽ. ആദ്യം അടിയിലായിരുന്നു, പിന്നെ മുകളിലേക്ക് ഇത്തിരി വലുതാക്കി എടുത്തുള്ളതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ അടിച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുള്ളതാണ്.
മാമൻ്റെ സ്വന്തം ഹോട്ടൽ തന്നെയാണ്. മാമനും അമ്മായിയും ആണ് അവിടെ മെയിനായിട്ട് ആൾക്കാർ. മാമനാണിത്. കയറി ചെല്ലും പിന്നെ മാമൻ നമ്മൾ കണ്ട് വിഷ് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയ കഥകളും കാര്യങ്ങളൊക്കെ പറയായിരുന്നു, ബേഗ് പിടിച്ച കഥകളൊക്കെ ആയിട്ട്. ഇന്ന് മഴയായിരുന്നു തോന്നുന്നുണ്ട്, അധികം ആൾക്കാരനെ നില ഭാഗ്യമായി. ഞങ്ങൾ വന്ന മുന്നൊക്കെ വരാൻ ചോടെ സ്ഥലം ഉണ്ടാവില്ലേ, വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കാറൊന്നുമില്ല. ഇന്ന് മഴയും ഇങ്ങനത്തെ ഇട ദിവസമായതുകൊണ്ട് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പം നേരെ നമ്മൾ കിച്ചണിലേക്കാട്ട് പോയാൽ കിച്ചണിൽ നോക്കി അമ്മായിനെ നോക്കിയത്. അമ്മായി അവിടെ ബെസ്റ്റ് പണിയിലാണ്, പാത്രം കഴുകലിലാണ്. കാലത്തെ ചായ കുടിയിൽ ആൾക്കാർ വന്ന് പോയിട്ടുണ്ടാവും, അതായിരിക്കും നല്ല തിരക്കിൽ. ഇപ്പം ഒതുങ്ങിയത് നേരെ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കയറിത്തല്ലേ, ഞങ്ങൾ അടിയിലേക്ക് പോകാറ്. അപ്പോൾ എന്തായാലും മുകളിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ പണി എടുത്തു തുടങ്ങി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ വേറെ നോക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടി ഒരു മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. സെറ്റ് അടിക്കാന്ന് പറയാം മസാല ദോശ. അത് ചെയ്ത് നേരെ അവിടെ കുറച്ച് നേരം അമ്മായിയോടൊക്കെ ഉണ്ണിയുടെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ടോ ഞങ്ങൾ. പൊതുവേ അമ്മായിയാണ് ചായ അടിക്കാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ മാമ പറഞ്ഞു ഞാൻ ചായ അടിക്കാം, നിങ്ങൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മാമൻ ചായ അടിക്കുന്ന വീഡിയോ എടുക്കരുന്നു കേട്ടോ. മാമൻ ക്യാഷിലിരിക്കാറ്. പിന്നെ ആൾക്കാർ കുറേ കാരണം കേട്ടോ. ഇപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ജോലിയായി നിൽക്കുന്നത്. അല്ലെങ്കിൽ തിരക്ക് വരുന്ന സമയം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫുൾ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നതിൻ്റെ കാരണം ഞങ്ങളെ ചായയും ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് മസാല ദോശ സെറ്റായിട്ടാണ്. ഞാൻ സ്വന്തം അവിടെ വന്നാൽ ഞാൻ അമ്മേനെ കൊണ്ടടക്കം കൂടുതലും മസാല അടുപ്പിക്കാറ്. എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടേക്ക് ഇരുന്ന് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് വസുവൊക്കെ ഉണ്ടായിരുന്നില്ല. മാമൻ്റെ മോൻ്റെ പേര് വസു എന്നാണ്. വസുവിനോടൊക്കെ വർത്താനം പറഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി. അവണങ്ങാട് തൊട്ടടുത്ത് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി തൊഴുത് നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഓക്കെ.